കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തിരുവല്ലോമല നിളാതീരത്ത് പിതൃമോക്ഷം തേടി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പഴയന്നൂർ പോലീസും വടക്കാഞ്ചേരി ഫയർഫോഴ്സും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ 25ഓളം പരികർമ്മികൾ കാർമ്മികത്വം വഹിച്ചു. കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ 2 പന്തലുകളിലായി ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. കൂർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിന് മേൽശാന്തി ദിലീപ് കുമാർ നേതൃത്വം നൽകി. 3 ഹാളിലാണ് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വാവുബലി ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ PR മണികണ്ഠൻ, KM അജിത് കുമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പിതൃസായുജ്യ പൂജ, തിലഹോമം എന്നിവയും നടന്നു. ചാലക്കുടിപ്പുഴയുടെ കൂടപ്പുഴക്കടവിൽ ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഊട്ടുപുര പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ചടങ്ങുകൾ. ആറാട്ടുപുഴ മന്ദാരം കടവിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ ബുധനാഴ്ച പുലർച്ചെ 12:30 മുതൽ ആരംഭിച്ചു. സന്തോഷ് ഇളയത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിന്റെ ഭാഗമായി പിതൃബലി തർപ്പണം നടന്നു. ആറാട്ടുകടവിൽ നടന്ന തർപ്പണ ചടങ്ങുകൾക്ക് നന്ദിക്കര നടുവത്തുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിനകത്ത് അഴകത്തുമനയ്ക്കൽ ഹരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാതിലഹോമവും നടന്നു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങുകൾക്ക് കലേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം വഞ്ചിപ്പുര ഐരൂർ ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പ്രശോഭ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്തും ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പുതുക്കുളം കടവിലുമാണ് ബലിതർപ്പണം നടന്നത്. തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന് ബലിതർപ്പണം നടത്തി. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു. ക്ഷേത്രത്തിൽ നടന്ന തിലഹോമത്തിന് തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. കോലഴി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിരത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. വിഷ്ണു ശാന്തി കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ 100 കണക്കിന് ഭക്തർ പിതൃതർപ്പണം നടത്തി. ഗണപതി ഹോമം, തിലഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കർമ്മി സുധീശാന്തി, മേൽശാന്തി കൈതക്കോട്ടുമന നാരായണൻ ഭട്ടത്തിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം ശ്രീ മണ്ണത്തർക്കോവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ക്ഷേത്രം ഊരാളൻ KK നടരാജൻ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി വിഷ്ണു നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗണേശമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തി ഷിനോജ് കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം നടത്തി. ലോഹിതാക്ഷ ശർമ്മ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടന്നു. കോതവറമ്പ് പനങ്ങാട്ട് പ്രഭീഷ്, SN പുരം കാതിക്കുളത്ത് കണ്ണൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശ്വകർമ്മ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം തൃപ്രയാർ സരയൂ തീരത്ത് നടന്നു. രാമചന്ദ്രൻ ആചാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി. കൊരട്ടിക്കര ശ്രീവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്തും പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയതും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV.